ഞാനും എന്നെ പിന്തുണയ്ക്കുന്നവരും രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ. എന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പാർട്ടിയൊന്നുമല്ല, അഭിപ്രായങ്ങൾ ഇപ്പോൾ വളരെ സീനിയറായിട്ടുള്ള വേറെ ആൾക്കാരുണ്ട്, വിവരമുള്ള ആൾക്കാർ. പക്ഷേ അത് ഈ ഭൂരിപക്ഷം മണ്ടന്മാരും അത് അംഗീകരിക്കില്ല. എന്നിട്ട് അവർ മണ്ടത്തരം ചെയ്യും. ഈ ചെയ്ത മണ്ടത്തരങ്ങളുടെ ആകെത്തുകയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കമ്മിറ്റി രാജിവെക്കാതെ തന്നെ രാജി പ്രഖ്യാപിച്ചു, രാജി കൊടുത്തു. അമ്മയ്ക്ക് പ്രസിഡന്റ് രാജി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാനല്ലേ, ഞാൻ 2 മാസം മുമ്പ് രാജിക്കത്ത് കൊടുത്തതാണ്. അപ്പോൾ പിന്നെ പ്രസിഡന്റ് പറഞ്ഞു, ഇപ്പോൾ രാജിവെക്കരുത്, നിങ്ങളിങ്ങനെ രാജിവെച്ചു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ വാർത്തയാവും, എന്തുകൊണ്ട് ഞാൻ രാജിവെച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനും വിചാരിച്ചു ശരി, ഞാൻ കാരണം ഇനിയൊരു ഇഷ്യൂ വേണ്ട, അതങ്ങ് മുമ്പോട്ട് പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പത്തി മടക്കി അവിടെ തന്നെ വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പിടിപ്പുകേടുകൾ, വിവരമില്ലായ്മ, പരസ്പരം പഴിചാരൽ, പോലീസ് കേസ്, കോടതി, ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ സംഘടനയുടെ പ്രതിച്ഛായ തകർന്നുപോയി. ഞാൻ രാജിവെക്കുന്നു എന്ന് പറയുന്നു, പിന്നെ പറഞ്ഞു ഞാൻ രാജി വെച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഒരു സംഘത്തിൻ്റെ കൂടെ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാനതിൽ ഒരു ന്യൂനപക്ഷമാണ്. ഞാനും എന്നെ പിന്തുണയ്ക്കുന്നവരും രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ. എന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പാർട്ടിയൊന്നുമല്ല, അഭിപ്രായങ്ങൾ ഇപ്പോൾ വളരെ സീനിയറായിട്ടുള്ള വേറെ ആൾക്കാരുണ്ട്, വിവരമുള്ള ആൾക്കാർ. പക്ഷേ അത് ഈ ഭൂരിപക്ഷം മണ്ടന്മാരും അത് അംഗീകരിക്കില്ല. എന്നിട്ട് അവർ മണ്ടത്തരം ചെയ്യും. ഈ ചെയ്ത മണ്ടത്തരങ്ങളുടെ ആകെത്തുകയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അതിൽ നിൽക്കുന്നൊരർത്ഥമല്ല. ഈ കമ്മിറ്റി അന്നത്തെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം ശ്വേത രാജി പ്രഖ്യാപിച്ചതാണ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച്. ഇപ്പോൾ രാജി വെച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഔദ്യോഗികമായ രാജി കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. എന്തായിരിക്കും ഇനി ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ? അല്ല, അവർ തന്നെയാണ് ഇപ്പോഴും പ്രസിഡൻറ്റ്. അതായത് ആസ് എ പ്രസിഡൻറ്റ് അവർ രാജി സമർപ്പിക്കണം. ജനറൽ ബോഡിയിൽ രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം. ആ മിനിറ്റ്സ് ആണ് ഫൈനൽ അതിൻ്റെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഒരു ഗവൺമെൻറ് സെറ്റപ്പ് ഉണ്ട്. അവിടുത്തെ ആ സെക്രട്ടറി മുമ്പാകെ ഹാജരാക്കണം മിനിറ്റ്സ്. അപ്പോഴാണത് പ്രാബല്യത്തിൽ വരുള്ളൂ. അല്ലാതെ ഇമോഷണലായിട്ട് ഞാൻ രാജിവെക്കുന്നു, ഞാൻ സംഘടനയിൽ ഇറങ്ങിപ്പോകുന്നു, അതൊക്കെ ഒരു ഇമോഷൻ്റെ പുറത്ത് നടക്കുന്നതാണ്. അതൊന്നും ഒരു ഡോക്യുമെൻറ്റും അല്ല, അതും ലീഗലും അല്ല. അപ്പോൾ അവരിപ്പോഴും, പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു, കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അതായത് പ്രശ്നം. കുറേ കഴിഞ്ഞ് നമ്മളൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. അഡ്ഹോക്ക് കമ്മിറ്റി, നമ്മുടെ എന്ത് അഡ്ഹോക്ക് കമ്മിറ്റി? അങ്ങനെ ഒരു കമ്മിറ്റിക്ക് യാതൊരു സാങ്കത്യവും ഇല്ല ഇതിൽ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബൈലോയിൽ തന്നെ അഡ്ഹോക്ക് കമ്മിറ്റിയെ പറ്റി പറയുന്നില്ല. ഒന്നത്. 2, ഒരു അഡ്ഹോക്ക് കമ്മിറ്റി നിലവിൽ വരണമെങ്കിൽ അതിന് ജനറൽ ബോഡി തിരഞ്ഞെടുക്കുകയോ പിരിഞ്ഞുപോയ അല്ലെങ്കിൽ പിരിച്ചുവിടപ്പെട്ട ഭരണസമിതി താൽക്കാലികം അഡ്ഹോക്ക് കമ്മിറ്റിയായി തുടരുകയാണ് വേണ്ടത്. ഇതൊന്നുമല്ല 4-5 ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ അഡ്ഹോക്ക് കമ്മിറ്റിയാണ്, ഞങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞാൽ എന്ത് ന്യായത്? കെ.പി. ഗണേഷ് കുമാറും പിഷാരടിയൊക്കെ ചേർന്നുണ്ടാക്കിയ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ഒരു നിലനിൽപ്പില്ല, ഇനി അസ്തിത്വമില്ല. ഇല്ല, അസ്തിത്വം ഇല്ലല്ലോ. എങ്ങനെ അസ്തിത്വം ഉണ്ടാവും? ആര് തിരഞ്ഞെടുത്തു? ജനറൽ ബോഡിയിൽ തിരഞ്ഞെടുത്തെങ്കിൽ വോട്ടെടുപ്പ് നടന്നതായിട്ട് മിനിറ്റ്സിൽ വേണ്ടേ? മിനിറ്റ്സല്ലേ ആത്യന്തികമായിട്ട് നമ്മുടെ ഒരു രേഖ എന്ന് പറയുന്നത്. ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അതാണ്. അതിൽ വരാത്തൊരു കാര്യം എങ്ങനെ? പക്ഷേ ഇതിപ്പം ഒരു സൗഹൃദത്തിൻ്റെ പുറത്താണ് പിഷാരടിയൊക്കെ വന്നിട്ടുണ്ടാവുക. ഒന്ന് നേരെയാക്കി എടുക്കാം. കാരണം ഇതെങ്ങനെ ശത്രുതാപരമായി തീർക്കേണ്ട ഒരു കാര്യമല്ല. ഇത് വളരെ സൗഹാർദ്ദത്തിൽ നിൽക്കേണ്ട ഒരു സംഘടന ആയതുകൊണ്ടാണ് രമേശ് പിഷാരടിയെ കൊണ്ടുവന്നത്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ശത്രുക്കളുമില്ല, മറ്റുള്ളവരെ പോലെയല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. ഗണേഷ് കുമാറൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ അമ്മയുടെ തലപ്പത്ത് വരുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ലാതെ അപ്പോൾ നോക്കാം. അതിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരണമല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കും, ആരൊക്കെ ജയിക്കും എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ടി വരും. ഈ മോഹൻലാൽ ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഇന്നസെൻ്റ് ഉണ്ടായിരുന്നു, ആ തലമുതിർന്ന നേതാക്കന്മാരുടെ ഒരു നിയന്ത്രണം ആ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അതങ്ങ് നഷ്ടപ്പെടുകയാണോ ചെയ്യുന്നത്? എന്താണ് അതൊരു തോന്നിയ പോലെ ആയി എന്നുള്ളൊരു സെറ്റപ്പായോ? അല്ല, അപ്പം മോഹൻലാൽ, മമ്മൂട്ടി, ഇന്നസെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ എതിർത്ത് പറയാൻ ആരും ഉണ്ടാവില്ല. മനസ്സിലായോ? എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഞാനും ഉണ്ടായിട്ടുണ്ട്. മോഹൻലാൽ പ്രസിഡൻ്റായിട്ടുള്ള കമ്മിറ്റിയിൽ ഞാനുണ്ടായിട്ടുണ്ട്. എതിർത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല ഒന്നാമത്. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അവർ. അല്ലാതെ ഇത് ഈ അമ്മ പ്രസിഡൻ്റ് ആയതിൻ്റെ പേരിൽ പ്രശസ്തരാവേണ്ട ആൾക്കാരല്ല. ദേ ആർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് സെലിബ്രിറ്റീസ്, എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ്. അവർക്ക് ഞാൻ ഇന്നതിൻ്റെ പ്രസിഡൻ്റാന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഉചിതമായിരുന്നു. തെറ്റായ തീരുമാനം അവരെടുത്തതായിട്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പിന്നെ തിലകൻ്റെയൊക്കെ കാര്യത്തിൽ. എങ്കിലും മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെയാണെങ്കിൽ തന്നെ അവരോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട അവസരം വരില്ല, അവരത് സൃഷ്ടിക്കില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും തമ്മിൽ യോജിപ്പില്ല.
അതായത് ഒന്നാമത് മത്സരിച്ച് വരുന്നതാണല്ലോ. ഇൻഡിവിജ്വലായി മത്സരിച്ച് വരുമ്പോൾ അവർക്ക് 17 ആൾക്കും 17 പ്ലാൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? എപ്പോൾ സെക്രട്ടറി രാജിവെക്ക് നോക്കിയിരിക്കുകയാണ് ജോയിൻറ്റ് സെക്രട്ടറി, എപ്പോൾ പ്രസിഡന്റ് രാജിവെക്ക് നോക്കിയിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ്. ഇങ്ങനെയുള്ളൊരു സംഘടന സെറ്റപ്പിൽ ഒരിക്കലും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് മര്യാദയ്ക്ക് നടന്നിട്ടില്ല. ഈ പരസ്പരം പഴിചാരലും എന്താ പറയുക, ഈ പരാതികളല്ലാതെ. ഇനിയിപ്പോൾ എങ്ങനെയാണ് അത്തരം തലമുതിർന്ന ആളുകൾ ഇതിൻ്റെ തലപ്പത്തേക്ക് വരണം എന്നാണോ? താങ്കൾ ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചു, ഇനി ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളുമായി എങ്ങനെ സഹകരിക്കും എന്നുള്ളതാണ്. അല്ല, ആസ് എ മെമ്പർ ഞാൻ രാജിയൊന്നും വെച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോഴും അമ്മയുടെ മെമ്പറായിട്ട് തുടരുന്നു. ഇന്നിപ്പോഴും പല ആൾക്കാരും വിളിച്ചിരുന്നുണ്ട്, മെമ്പർമാർ, ഈ സഹായമൊക്കെ കിട്ടുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മളിത് കറക്റ്റ് ചെയ്യാൻ നോക്കാമെന്നേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ആര് തലപ്പത്ത് വന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ആ മെഷീനറി നന്നാവണമെന്നുള്ളൂ. ഈ ഉള്ള 17 പേരും തമ്മിൽ ഐക്യം വേണം. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുന്ന 17 പേരും തമ്മിൽ ഐക്യം വേണം. അല്ലാതെ പ്രസിഡൻറ്റിൻ്റെ ആളായതുകൊണ്ടൊന്നും കാര്യമില്ല. പ്രസിഡൻറ്റിന് വലിയ പവറും ഇല്ല അതിൽ. കാരണം എന്താ വെച്ചാൽ ഈ ബൈലോയിൽ എനിക്ക് തോന്നുന്നു ഇടവേള ബാബു കുറേ കാലം സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നസെൻറ്റിനോ മോഹൻലാലിനോ മമ്മൂട്ടിക്കൊന്നും നിരന്തരം മീറ്റിങ്ങുകളൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പല കാര്യങ്ങളും ഇടവേള ബാബുവിനെ ഏൽപ്പിക്കും. അപ്പോൾ ജനറൽ സെക്രട്ടറിക്കാണ് ഓട്ടോമാറ്റിക്കലി കൂടുതൽ പവറുള്ളതിൽ, പ്രസിഡൻറ്റിനല്ല. അപ്പോൾ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ സ്വരച്ചേർച്ചയുള്ള ഒരു സംഘം ലീഡർഷിപ്പിൽ വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നുള്ളൂ. ശ്വേതയും കുക്കുവും മാറണം എന്നുള്ള അഭിപ്രായമുണ്ടോ? അല്ല, ഈ ഭരണസമിതിയിൽ പൊതുവേ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നല്ലോ. മാത്രമല്ല ഈ കണക്കാതിരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു വീഴ്ച പറ്റി. കാരണം ട്രഷററെ കാണാനില്ല. പിന്നെ കുറേ കഴിഞ്ഞ് ട്രഷറർ വരുന്നു, ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എപ്പോഴും വേണ്ടത് ഒരു സംഘടനയിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ്, സുതാര്യമായിരിക്കണം. പ്രത്യേകിച്ച് കണക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വേറെ ആശയപരമായിട്ട് ഭിന്നതയോ അല്ലെങ്കിൽ നിങ്ങളുടെ പോളിസി തെറ്റായി നടപ്പിലാക്കിയൊന്നും വിഷയമല്ല. ആൾക്കാർ നോക്കുന്നത് ഈ പണം അപഹരിക്കപ്പെട്ടോ അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടോ ദൂർത്ത് നടന്നോ എന്നൊക്കെയാണ്. ഞാനിത് തുടക്കത്തിൽ ഇതിൽ കമ്മിറ്റി അംഗമായി പ്രതിജ്ഞ ചെയ്യുന്ന അന്ന് തന്നെ പറഞ്ഞൊരു കാര്യം അതാണ്. ഇതിൽ സുതാര്യത നഷ്ടപ്പെടുന്ന അന്ന് ഞാൻ പിരിയും. കാരണം നമ്മളെപ്പോഴും, ഞാൻ പല സംഘടനയിൽ ഇരുന്ന ആളാണ്, ജേർണലിസ്റ്റ് അസോസിയേഷനിലൊക്കെ ഇരുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ കണക്കാണ് പ്രശ്നം. ഒന്നാമതൊരു ഫണ്ടുണ്ട്. ഈ ഫണ്ടില്ലാത്ത സംഘടനയാണെങ്കിൽ ഈ പ്രശ്നമേ ഉണ്ടാവില്ല. അതിൽ പ്രസിഡൻ്റ് ആവാൻ ആളുണ്ടാവില്ല, സെക്രട്ടറി ആവാൻ ആളുണ്ടാവില്ല. ഈ ഫണ്ടുണ്ട്. ഈ ഫണ്ട് ഇവരെ അടിച്ചു മാറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നൊരു സംഘം, എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് ശ്രദ്ധിക്കുന്ന വേറെ സംഘം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോൾ അതുള്ള പ്രശ്നമാണിത്. കമ്മിറ്റി മാറി ഒരു പുതിയ സംവിധാനം വരണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അത് വേണമല്ലോ. കാരണം ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് 5 ആൾക്കാർ രാജിവെച്ച് കഴിഞ്ഞു. ട്രഷറർ ഇല്ല. അപ്പോൾ ട്രഷററുടെ ഒരു അഭാവം ഭയങ്കരമാണ്. കണക്കുകളെയൊക്കെ അറിയുള്ളൂ. ഇനി പുതിയ ട്രഷറർ തിരഞ്ഞെടുക്കണമെങ്കിൽ ജനറൽ ബോഡി വരണം. പിന്നെ 5 അംഗങ്ങളില്ല. 17 ആളിൽ 5 ആളില്ല, ബാക്കി 12 ആളേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഈ എന്തെങ്കിലും ഒരു അഭിപ്രായം വന്നാൽ അതിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം വരും. കോറം തികയുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ തയ്യാറാണെന്നൊക്കെ തോന്നുന്നു. സ്വാഭാവികമായിട്ടും അടുത്ത ജനറൽ ബോഡി വിളിച്ച് ചേർക്കുക, അതുവരെ ഇവരെന്നെ തുടരുക, ആ ജനറൽ ബോഡിയിൽ വെച്ചൊരു പ്രഖ്യാപിക്കുക, ഇലക്ഷൻ നടത്താമെന്നുള്ളത് പ്രഖ്യാപിക്കുക, എന്നിട്ട് ഇലക്ഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യുക. ഇവർക്ക് തന്നെ വേണമെങ്കിൽ മത്സരിക്കാം, മനസ്സിലായില്ലേ? അവരുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് മത്സരിക്കാം. അങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുള്ളൂ. ജനറൽ ബോഡി വിളിക്കുക, രാജി പ്രഖ്യാപിച്ച് ഇലക്ഷൻ പ്രഖ്യാപിക്കുക, അതാണ് അതിൻ്റെ ശരിയായ രീതി.